Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി സാമ്പാറിൻ്റെതാണ്. സാമ്പാർ പല രീതി തയ്യാറാക്കി എടുക്കാറുണ്ട്. നാടൻ സാമ്പാർ, വറുത്തരിച്ച സാമ്പാർ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സദ്യ സാമ്പാറാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ ഞാൻ അരക്കപ്പിൽ ഒരു ഇച്ചിരി കൂടെ കൂടുതൽ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ കൂട്ടത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൂടെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് പരിപ്പ് വേവിച്ചെടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് വെന്തുടഞ്ഞ് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണേ. ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സദ്യ സാമ്പാർ ആയതുകൊണ്ട് സാധാരണ സാമ്പാറിലെ പോലെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കത്തില്ല. വളരെ കുറച്ച് പച്ചക്കറികളെ ഇതിനാവശ്യമുള്ളൂ. ഇവിടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വലിയ കത്തിരിക്ക, ഒരു തക്കാളിക്ക, 3-4 വെണ്ടയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക, 10-15 ചുവന്നുള്ളി, ഇത്രയും മതിയാവും. ഇതെല്ലാം അല്പം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. പിന്നെ ഈ വലിപ്പത്തിലുള്ള വാളംപുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുണ്ട്. ഇത് സാമ്പാർ ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചേക്കണേ. ഇനി സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം വെച്ച് അതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പം ആദ്യം തന്നെ കത്രികയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കയും കൂടെ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ കൂട്ടത്തിൽ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട, ഏറ്റവും അവസാനം ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരണം. ഈ കഷ്ണങ്ങൾക്കൊന്നും വലിയ വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കത്തിരിക്ക പകുതി വേവാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കഷ്ണങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി മുറിച്ചൊന്നും ഇടല്ലേ, ഇതുപോലെ തന്നെ മൊത്തമായിട്ടിടണേ. ചുവന്നുള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്, അതുകൊണ്ടാണ് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സമയത്ത് ഇളക്കരുത്. തക്കാളിക്ക പെട്ടെന്നൊന്ന് വഴറ്റിങ്ങി എടുക്കണം. ഇപ്പൊ ഈ പച്ചക്കറികളെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. വേവാൻ വെച്ചിരുന്ന കഷ്ണങ്ങൾ എന്തായി നോക്കാം. ഇതിപ്പം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് തിളച്ച് വെന്ത് വരണം. പക്ഷെ ഇതൊന്നും ഉടഞ്ഞു പോവരുത്. എല്ലാ കഷ്ണങ്ങളും അതുപോലെ തന്നെ കിടക്കണം, എന്നാൽ വേവുകയും വേണം. ഈ കൂട്ടത്തില് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചതിൽ ഒരു ലേശം വെള്ളം ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ പച്ചക്കറിയും പരിപ്പും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചൂടാക്കി എടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൂൺ നിറച്ചെടുക്കണേ. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയേക്കാളും കൂടി നിൽക്കണം മല്ലിപ്പൊടി. 1/4 ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. പച്ചക്കറി വേവിക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എങ്കിലും ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. പാനിൽ എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ മുമ്പേ പച്ചക്കറി വഴറ്റിയ പാനായോണ്ടാണ് എണ്ണമയം നിൽക്കുന്നത്. വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതി, ഒരുപാടൊന്നും ചൂടായി വരണ്ട. സദ്യക്കുള്ള സാമ്പാറിൽ സാധാരണ പൊടികൾ വെറുതെ ചേർക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചൂടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇപ്പൊ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്.
കഷ്ണങ്ങളൊന്നും തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് തിളച്ചു വരട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ സാമ്പാർ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി വറവ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2-3 വറ്റൽ മുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരണം. വറവ് തയ്യാറായിട്ടുണ്ട്. സാമ്പാറിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വറവ് നേരെ സാമ്പാറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറക്കാവൂ. ഇപ്പൊ അടിപൊളിയായിട്ടുള്ള സാമ്പാർ ആയി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെയാണ്. ഏറ്റവും അവസാനം ഇങ്ങനെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സാമ്പാറിന് നല്ലൊരു മണം കൊടുക്കും. അതുപോലെ തന്നെ കഷ്ണങ്ങളാണേലും ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സാമ്പാർ ട്രൈ ചെയ്യണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സദ്യ സാമ്പാർ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.